വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ കാസർഗോഡ് മുതൽ നാഷണൽ ഹൈവേയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. വലിയ മണിമാളികകൾ പോലുള്ള വീടുകൾ, കൊട്ടാര സമാനമായ വീടുകൾ ആരുടേതാണ്? മുസ്ലിം സമൂഹത്തിൻ്റെതാണ്. അതിന്റെ മുന്നിൽ വലിയ സൗകര്യമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തന്നു. വീട്ടിന്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. കമ്പ്യൂട്ടർ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള വീടുകളാണ്. പക്ഷേ പലപ്പോഴും പല മുസ്ലിം വീടുകളിലും വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി ഇല്ല എന്ന് പറയുന്നത് ഖേദകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മടങ്ങുക. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയണം. ഖുർആനിന്റെ ആളുകളാണെന്ന് അഭിമാനിക്കുന്നവരാണ് നാം, അല്ലെങ്കിൽ അഹങ്കരിക്കുന്നവരാണ്. അഹങ്കരിക്കാനുള്ള വകുപ്പുണ്ട്. കാരണം ലോകത്ത് സൃഷ്ടാവിന്റെ ഗ്രന്ഥമാണ്. ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അനശ്വരനായ സൃഷ്ടാവിന്റെ വചനമാണെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അല്ലേ? മറ്റു പലതും മനുഷ്യനിർമ്മിതമാണ്. ബൈബിൾ യേശുക്രിസ്തുവിന്റെ 4 ശിഷ്യന്മാരായ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നുള്ള തുടങ്ങിയ 4 ശിഷ്യന്മാരുടെ സുവിശേഷങ്ങളാണ്. അതേപോലെ തന്നെ മഹാഭാരതവും അതുപോലെ തന്നെ മറ്റുമൊക്കെ ഐതിഹ്യങ്ങളാണെന്ന് അവര് തന്നെ സമ്മതിക്കുമ്പോൾ, ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അനശ്വരനായ സൃഷ്ടാവ് റബ്ബുൽ ഇസ്സത്തിന്റെ വചനമാണെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആളുകളായ നാം അത് ഓതാൻ സമയം കണ്ടെത്തുന്നില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്. കഷ്ടപ്പാടുകൾക്ക്, യാതനകൾക്ക്, വേദനകൾക്ക് എല്ലാത്തിനും ഖുർആൻ പരിഹാരമുണ്ട്. ഖുർആൻ ഓതുന്ന വീടുകളിൽ അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാകും, റഹ്മത്തുണ്ടാകും. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ കാലങ്ങളിൽ എന്തായിരുന്നു? ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. ആ സമയത്തൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൂടെ നടന്നുപോയാൽ അവിടെ നിന്ന് മുഹീദ്ദീൻ മാല, നഫീസുത്തുമാല, സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നത്, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടിരുന്നത്. ഇന്ന് കാലം മാറി വളരെ ഖേദകരമാണ്. അന്ന് പ്രായമുള്ളൊരു ദുആ ചെയ്യുന്നു, യാസീൻ ഓതിയിട്ട് അല്ലെങ്കിൽ അസ്മാഉൽ ബദ്ർ ചൊല്ലിയിട്ട് പ്രായമുള്ള ദുആ ചെയ്യുന്നു. മക്കളും ഭാര്യമാരും കുട്ടികളൊക്കെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്നൊരു രംഗം നമ്മുടെയൊക്കെ വീടുകളിൽ മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് മാറി. ഇന്ന് നമ്മുടെ വീട്ടിന്റെ മുന്നിലൂടെ നടന്നുപോയാൽ കരയുന്നത് കേൾക്കാം. ഉമ്മ കരയുന്നുണ്ട്, ഇത്താത്ത കരയുന്നുണ്ട്, അടുക്കളയിൽ നിന്ന് ഉമ്മാമൻ കരയുന്നുണ്ട്, എല്ലാവരെയും കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിലെ നടി മരണപ്പെട്ടു പോയി. വല്ലാത്തൊരു ഗതികേട്. ആരോ നിർമ്മിച്ചുണ്ടാക്കിയ സാങ്കല്പിക കഥകൾക്ക് മുന്നിലിരുന്ന് കണ്ണീര് വാർക്കാൻ വിധിക്കപ്പെട്ടവരാണോ ഈ സമൂഹം? പ്രിയപ്പെട്ടവരെ, ആരോ നിർമ്മിച്ചുണ്ടാക്കിയ സാങ്കല്പിക കഥകൾക്ക് മുന്നിലിരുന്ന് കണ്ണീര് വാർക്കാൻ വിധിക്കപ്പെട്ടവരാണോ നാം? എന്താ പൊന്നുമോളെ നിന്റെ പേര്? എന്റെ പേര് ഫാത്തിമ എന്നാണ്. നിന്റെ പേരെന്താ? ആയിഷ എന്നാണ്. ആരെ ഓർത്തിട്ടാ പൊന്നുമോളെ നിനക്ക് നിന്റെ ഉപ്പ ഫാത്തിമ എന്ന് പേരിട്ടത്? ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഫാത്തിമ ബീവിയെ ഓർത്തിട്ടാണ് നിന്റെ ഉപ്പ നിനക്ക് ഫാത്തിമ എന്ന് പേരിട്ടത്. ആയിഷ ബീവിയെ ഓർത്തിട്ടാ നിന്റെ ഉപ്പ നിനക്ക് ആയിഷ എന്ന് പേരിട്ടത്. നഫീസത്തുൽ മിസ്രിയെ ഓർത്തിട്ടാ നിനക്ക് നഫീസത്ത് എന്ന് പേരിട്ടത്. എന്നിട്ട് നീ നിന്റെ പേരിന്റെ നായകന്മാരെ കുറിച്ച് ഓർക്കാതെ ആരോ നിർമ്മിച്ചുണ്ടാക്കിയ സാങ്കല്പിക കഥകൾക്ക് മുന്നിലിരുന്ന് കണ്ണീര് വാർക്കാൻ വിധിക്കപ്പെട്ടവരാണോ ഈ സമൂഹം? അതുകൊണ്ട് നാം മാറിയേ മതിയാകൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയങ്ങളൊക്കെ നല്ലതിനു വേണ്ടി ചെലവഴിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം, സൂറത്തുൽ വാഖിയ. നമുക്കറിയാം ഒരു പ്രയാസാണ് ദാരിദ്ര്യം. കടം തീരുന്നില്ല, പ്രശ്നം തന്നെ. എപ്പോഴും വീട്ടിൽ പൈസയില്ല, ഒരുപാട് കടമുണ്ട്. എന്താണതിന് പരിഹാരം? വിശുദ്ധമായ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറണം.
നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യം നമ്മുടെ ഖബറാണ്. ആദ്യമായിട്ട് പരലോകത്തിന്റെ ആദ്യ കവാടം ഖബറാണ്. ഖബറിൽ നിന്ന് വിജയിച്ചാൽ പിന്നീട് അങ്ങോട്ട് വിജയിച്ചു, ഖബർ പരാജയപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് പരാജയമാണ്. അതുകൊണ്ട് ഖബർ ജീവിതം സന്തോഷമാകണോ? വിശുദ്ധമായ ഖബർ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ, ഖബറിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സൂറത്തുൽ മുൽക്ക് ഉപകരിക്കുമെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും യാതനകൾക്കും വേദനകൾക്കും പരിഹാരമാണ്. ഖുർആൻ ശിഫയാണ്. അതുകൊണ്ട് പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് നാളെ പാരത്രിക ലോകത്ത് ശുപാർശകനായി ഖുർആൻ വരുമെന്ന് ഹബീബ്